ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങണം. 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ബ്രില്യൻ പാല ഒരുക്കുന്നു എക്സ്ക്ലൂസീവ് ട്യൂഷൻ ക്ലാസുകൾ. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 പ്രൊഫസർമാർ നയിക്കുന്ന കിടിലൻ ക്ലാസുകൾ, ബോർഡ് എക്സാം ഫോക്കസ് ചെയ്തുള്ള ഡീറ്റെയിൽഡ് നോട്ട്സ്, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് യൂട്യൂബ് സീരീസുകളും റെക്കോർഡഡ് ക്ലാസുകളും, അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രയും ഫെസിലിറ്റീസ്. അടുത്ത ബാച്ചിൽ എത്രയും വേഗം അഡ്മിഷൻ സാധ്യമാക്കാൻ സന്ദർശിക്കാം brilliantpala.org. ഒപ്പം ഞങ്ങളെ വിളിക്കാം 04822 206 100. ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങണം. 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ബ്രില്യൻ പാല ഒരുക്കുന്നു എക്സ്ക്ലൂസീവ് ട്യൂഷൻ ക്ലാസുകൾ. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 പ്രൊഫസർമാർ നയിക്കുന്ന കിടിലൻ ക്ലാസുകൾ, ബോർഡ് എക്സാം ഫോക്കസ് ചെയ്തുള്ള ഡീറ്റെയിൽഡ് നോട്ട്സ്, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് യൂട്യൂബ് സീരീസുകളും റെക്കോർഡഡ് ക്ലാസുകളും, അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രയും ഫെസിലിറ്റീസ്. അടുത്ത ബാച്ചിൽ എത്രയും വേഗം അഡ്മിഷൻ സാധ്യമാക്കാൻ സന്ദർശിക്കാം brilliantpala.org. ഒപ്പം ഞങ്ങളെ വിളിക്കാം 04822 206 100. ഹായ്, ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. എല്ലാവരും എത്തിയോ? യെസ്, ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിലൊക്കെ പോയിട്ട് എല്ലാവരും അല്ലേ ഇന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. ഓക്കെ, 41 ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. ഒരു മാത്തമെറ്റിക്സിലെ ഒരു വൈഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റിയൽ നമ്പേഴ്സ്. നമ്മൾ ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞാൽ തീരുന്ന ടോപ്പിക് അല്ല, അറിയാലോ. നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് കൗണ്ട്ലെസ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ പറയുകയാണ്, ഒരു ദിവസം കൊണ്ട് പറ്റില്ല. പക്ഷെ നിങ്ങളുടെ കരിക്കുലം ഒബ്ജക്റ്റീവ് കവർ ചെയ്യുന്ന രീതിയിൽ ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകും. അപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള എല്ലാ ടോപ്പിക്സും തന്നെ നമ്മളിന്ന് കവർ ചെയ്യും. അതുകൊണ്ട് തന്നെ മക്കൾ വേഗം ലിങ്ക് ഷെയർ ചെയ്യുക, കൂട്ടുകാരോടൊക്കെ ജോയിൻ ചെയ്യാൻ പറയുക കേട്ടോ, എത്രയും പെട്ടെന്ന്. ബിക്കോസ് ഈ ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ഗ്രാസ്പ്, അറ്റ് ദ സെയിം ടൈം വെരി ഈസി ടു സ്കോർ ദ മാർക്സ്. പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ചാപ്റ്റർ. അപ്പോൾ എല്ലാവരും വേഗം ലിങ്ക് ഷെയർ ചെയ്തോണം. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, റിയ റിജു, ഗുഡ് ഈവനിങ്, വെരി ഗുഡ് ഈവനിങ്. യെസ്, അക്ഷയ, ഹലോ മാം. യെസ്, ഹലോ അക്ഷയ, ഗുഡ് ഈവനിങ്. യെസ്, നല്ലൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, ലിറ്റിൽ ടീച്ചർ. താങ്ക്സ് ഫോർ ദ കമൻറ്റ്. യെസ്, അപ്പം നമുക്ക് പതിയെ തുടങ്ങിയേക്കാം. റിയൽ നമ്പേഴ്സിന് ഒക്കെ എത്തുന്നതിന് മുമ്പ് കെൻ ഐ ആസ്ക് വൺ ക്വസ്റ്റ്യൻ? നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് യു ഹാവ് സ്റ്റഡിഡ് ഇൻ ദ സ്മോളർ ക്ലാസ്സസ്? ഏതൊക്കെ ടൈപ്പ് നമ്പേഴ്സ് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്? 1ാം ക്ലാസ്സിൽ തുടങ്ങി നമ്മൾ നമ്പറുകളെ കുറിച്ച് കേൾക്കുന്നതാണ് അല്ലേ? ഒന്ന് പറയാമോ? ഏതൊക്കെ ടൈപ്പ് ഓഫ് കമൻറ്റ് ചെയ്യാമോ? ചാറ്റ് കുറച്ചുകൂടി ലൈവ് ആക്കാം കേട്ടോ. നമുക്ക് ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സെഷനാണ് പോവേണ്ടത്. കുറച്ചുകൂടി ഒന്ന് ലൈവ്ലി ആക്കണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക. വേഗം പോരട്ടെ. യെസ്, ജയ്ഷ്നാഥ്, ഹായ്.
ഹോൾ നമ്പേഴ്സ്. വെരി ഗുഡ്. അക്ഷയാണ് ആദ്യം കമന്റ് ഇട്ടത്. ഹോൾ നമ്പേഴ്സ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ടൈപ്പ് ഓഫ് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. 1 2 3 എന്നാണ് മാത്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ആ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് എന്താ? നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ്. അക്ഷയ പറഞ്ഞതുപോലെ തന്നെ നാച്ചുറൽ നമ്പേഴ്സ് കഴിഞ്ഞിട്ട് പഠിക്കുന്ന നമ്പേഴ്സ് ആണ് ഹോൾ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് 1 2 3 എക്സെട്ര അല്ലേ? യെസ്, വെരി ഗുഡ്. ഇൻറ്റീജേഴ്സ് വന്നു. അതെ, റാഷണൽ നമ്പേഴ്സ്. വെരി ഗുഡ്. യെസ്, ഇൻറ്റീജേഴ്സ്, ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്. വെരി ഗുഡ്. ടീനു ടോം ഒരുവിധപ്പെട്ട എല്ലാ നമ്പറുകളും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് ടീനു. അപ്പോൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ സീറോയും കൂടി ആഡ് ചെയ്യുമ്പോൾ വരുന്ന നമ്പർ ഫാമിലിയാണ് ഹോൾ നമ്പേഴ്സ്. അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞ പോലെ ഇൻറ്റീജേഴ്സ് എഴുതുവാണ്. ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ there are two kind of integers, positive integer, negative integer. 0 1 2 3. at the same time 0 യുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, 0 യുടെ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. -1 -2 എക്സെട്ര അല്ലേ? കൗണ്ട്ലെസ് ആണ്, ഇൻഫിനിറ്റ് സിസ്റ്റം ആണ്. യെസ്, ഇൻറ്റീജേഴ്സ് കഴിഞ്ഞിട്ട് so far you have studied in class 9 rational numbers. Rational numbers are those numbers which are of the form p by q. പഠിച്ചിട്ടില്ലേ? റാഷണൽ നമ്പറിന് ഒരു സ്കെൽട്ടൺ ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. വാട്ട് ഈസ് ദ നമ്പർ? p by q ഫോമിലുള്ള എല്ലാ നമ്പേഴ്സും where the restricted condition is there, the denominator cannot be 0, and where p and q are integers. p യും q യും integers ആയിരിക്കണം. ഇത് ഓൾറെഡി നിങ്ങൾ ക്ലാസ് 9 പഠിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, എല്ലാ ഇൻറ്റീജേഴ്സും റാഷണൽ നമ്പർ ആണോ? വേഗം ആൻസർ ചെയ്യൂ. എല്ലാ ഇൻറ്റീജേഴ്സും റാഷണൽ നമ്പർ ആണോ? വേഗം പോരട്ടെ. Is all integers are rationals? Comment ഇടൂ. വേഗാട്ടെ, കമന്റ് ഇട്ടോളൂ. എല്ലാ ഇൻറ്റീജേഴ്സും റാഷണൽ ആണോ കുഞ്ഞുങ്ങളെ? നോ. യെസ്. നോ. യെസ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ്? p by q ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. പിയും ക്യൂവും ഇൻറ്റീജർ ആകണം. ഇൻറ്റീജേഴ്സ് കുറച്ച് ആൾക്കാരെ ഞാൻ എടുക്കുകയാണ്. 1 2 3 ഇവരെല്ലാം നിങ്ങൾക്ക് p by q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും വിത്ത് ഡിനോമിനേറ്റർ ആസ് 1. am I correct? So all the integers where -1 നെ p by q ഫോമിൽ എഴുതാൻ പറ്റും. -1 by 1. -7 നെ നിങ്ങൾക്ക് p by q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. -7 by 1. So all the integers can be represented in the form p by q. am I correct? So every integers are rational numbers. So integersൽ whole numbers ഉണ്ട്, whole numbers natural numbers ഉണ്ട്. So നമുക്ക് പറയാം നമ്മൾ ഇതുവരെ പഠിച്ച numbers natural, wholes, integers or all what? Rational numbers. Okay, so ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു all the numbers above set numbers are rational numbers. റാഷണൽ പഠിക്കുമ്പോൾ തന്നെ അവിടെ നമ്മൾ റാഷണലിന്റെ ഓപ്പോസിറ്റ് ഒരു നമ്പർ കൂടി you have studied in the class 9. The numbers which are not rational. What is that number? Can you give the name of that number? Anybody else? Please comment. Anybody else? റാഷണൽ അല്ലാത്ത നമ്പേഴ്സിനെ പറയുന്ന പേരെന്താണ്? The numbers which are not rational. Very good. Shreya gives the answer. ഒരു അപ്ലോസ് കൊടുക്കാം സ്നേഹയ്ക്ക്. സ്നേഹയാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. സോ റാഷണൽ അല്ലാത്ത നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, സോ ഇറാഷണൽ നമ്പേഴ്സ്. സോ ഇത്രയും നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇറാഷണൽ നമ്പേഴ്സ്. സോ അതിന്റെ ഡെഫിനീഷൻ എന്ന് പറഞ്ഞാൽ p by q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത നമ്പർ. ദാറ്റ് മീൻസ് ദ നമ്പേഴ്സ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് p by q. ദാറ്റ് മീൻസ് ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് ദ numbers which are not rationals are called irrational numbers, isn't it? So what are the different examples of irrational number? That also you have studied in the class 9. √2, √3, pi, those are all irrational numbers അല്ലേ? എക്സാമ്പിൾ √2, √3, pi ഇതൊക്കെ ഇറാഷണൽസ് ആണ്. ഇത്രയും നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവരെല്ലാം ഞാൻ ഒരൊറ്റ ലേബലിൽ കൊണ്ടുവരുവാണ്.
that is nothing but real numbers. Okay, നമുക്ക് ഫാമിലി നെയിംസ് ഒക്കെ ഉണ്ട്. ആ ഫാമിലിയിലെ മെമ്പർ ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലെ. ഒരു വീട്ടുപേര്, ആ വീട്ടിലെ ഇന്നയാളുടെ ഇന്ന മകൻ എന്നൊക്കെ പറഞ്ഞാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെയാണ് റിയൽ നമ്പേഴ്സ് ആണ് ഇവിടെ ഫാമിലിയുടെ പേര്. ബാക്കിയുള്ളവരെല്ലാം അദ്ദേഹത്തിന്റെ ലേബലിലാണ് അറിയപ്പെടുന്നത്. All these numbers are nothing but from the real number family. All are said to be real numbers. ഇവരെല്ലാം തന്നെ റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, സോ റിയൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ റിയൽ നമ്പേഴ്സിന് ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനേഷൻ നിങ്ങളോട് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ യു ഡിഫൈൻ എ റിയൽ നമ്പർ? ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്ന് ക്യാൻ യു ഡിഫൈൻ റിയൽ നമ്പർ, അല്ലെങ്കിൽ റിയൽ നമ്പർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ലെങ്കിൽ നടക്കടല്ലേ അല്ലേ? സോ ഹൗ ക്യാൻ വി ഡിഫൈൻ എ റിയൽ നമ്പർ? റിയൽ നമ്പറിന് ഒരു കോമൺ ആയിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് എന്താണ്? ആർക്കെങ്കിലും പറയാമോ? റിയൽ നമ്പറിന് മാത്രമുള്ള പ്രത്യേകതയാണ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഡെഫിനേഷൻ പറയുന്നത്. എനിബഡി എൽസ് പ്ലീസ് കമന്റ്, വേഗം കമന്റ് ചെയ്യൂ. റിയൽ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? എങ്ങനെ നമുക്കൊരു പ്രിസൈസ് ഡെഫിനേഷൻ കൊടുക്കാം റിയൽ നമ്പറിന്? വേഗം പറയൂ. ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. ഡെഫിനേഷൻ ഓഫ് റിയൽ നമ്പർ. ഇത്രയും ടൈപ്പ് ഓഫ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ? ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. ശരിക്കും നമ്മളത് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പല ടൈപ്പ് ഓഫ് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്, എല്ലാം റിയൽ നമ്പർ ആണെന്ന് നമ്മളിവിടെ പറഞ്ഞു വെച്ചു. പെട്ടെന്ന് ഒരാൾ വന്ന് അതിൻ്റെ ഡിഫൈൻ എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് പുറകോട്ട് വലിയും, അറിയത്തില്ല, ഡിഫൈൻ ചെയ്യാൻ അറിയില്ല. സോ അതിനൊരു പൊതുവായിട്ടുള്ളൊരു സ്വഭാവമുണ്ട് റിയൽ നമ്പറിന്. അതെന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇറാഷണൽ ആൻഡ് റാഷണൽ നമ്പേഴ്സ് ടുഗെദർ നോൺ ആസ് റിയൽ നമ്പേഴ്സ്. വെരി ഗുഡ് സേറ ആൻഡ് റോസ്. കറക്റ്റാണ് മോളെ, മോള് പറഞ്ഞാൽ കറക്റ്റാണ്. ബട്ട് ഞാനൊരു പ്രോപ്പർട്ടീനെ വെച്ച് ചോദിക്കുന്നത്. റാഷണൽ, ഇറാഷണൽ, ഓക്കെ സമ്മതിച്ചു. ദോസ് ആർ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവനൊരു പ്രത്യേകതയുണ്ട്, അത് പറയാമോ? They can be plotted on a number line. Definitely. Each point on the number line represent the real number. Number lineile ഓരോ പോയിന്റും ഓരോ റിയൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. All these numbers can be represented on the real number also. റാഷണലും ഇറാഷണലും ഒക്കെ നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, both rational and irrational numbers are called okay real number line. Okay, so നമ്മളിവിടെ റിയൽ നമ്പറിനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. If a number is said to be real number, definitely it has a property that is very important. Remember that x ഒരു റിയൽ നമ്പർ ആണ് എങ്കിൽ x is a real number. Definitely it is satisfying the property x square greater than or equal to 0. ഇതാണ് ശരിക്കും റിയൽ നമ്പറിന്റെ പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനേഷൻ. നിങ്ങൾ ഏത് നമ്പർ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ, ഹോൾ നമ്പറോ ഇൻറ്റീജറോ റാഷണലോ ഇറാഷണലോ, ഉറപ്പായിട്ടും ഇത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. ടീച്ചർ പറഞ്ഞത് കറക്റ്റ് ആണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്തേ. കറക്റ്റ് ആണോ? am I correct? എന്തെടുത്ത് സ്ക്വയർ ചെയ്താലും സീറോയുടെ മേളിലുള്ള ഒരു ആൻസർ ആയിരിക്കും. 0 സ്ക്വയർ ആണ് 0. അപ്പൊ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. 0 ഇസ് എ റിയൽ നമ്പർ. നമ്പർ ലൈനിൽ 0 ഉണ്ട്, അപ്പൊ ഉറപ്പായിട്ടും 0 റിയൽ നമ്പർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ നമ്പറിനെ പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. ദിസ് ഇസ് ദ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിയൽ നമ്പർ. എക്സ് സ്ക്വയർ ലെസ് ദാൻ 0 എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരിക്കലും റിയൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്നില്ല. സോ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങളുടെ ഹയർ ക്ലാസ്സസിലൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് കൂടി പരിചയപ്പെടണം. അത് നമ്മുടെ ഈ ചാപ്റ്ററിന് അത് അത്യാവശ്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രൈം നമ്പേഴ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രൈം നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്. ആർക്കെങ്കിലും പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് പറയാമോ? യെസ്, പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് പറയാമോ കുഞ്ഞുങ്ങളെ? നിങ്ങൾ കേട്ടിട്ടുള്ള വേർഡാണ് പ്രൈം നമ്പർ. വാട്ട് ഈസ് പ്രൈം? പ്രൈം, കോപ്രൈം, കോമ്പോസിറ്റ്, ഇതൊക്കെ പഠിക്കണം. ഈ ചാപ്റ്ററിൽ അത് അത്യാവശ്യമാണ് നമുക്ക്. പ്രൈം നമ്പർ, യെസ്, കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കുറെ പേര്. Can you define prime number? എന്താണ് പ്രൈം നമ്പർ? Can you give an example of prime number? പ്രൈം നമ്പറിന് എക്സാമ്പിൾ പറയാമോ? പ്രൈം നമ്പറിന് എക്സാമ്പിൾ പറയാമോ? Numbers have only two factors. Vinayak
whole numbers, yes. Comment നന്നായിട്ട് വരുന്നുണ്ട്, വെരി ഗുഡ്. യെസ്, numbers with only 2 factors. അതെന്തൊക്കെയാ ഫാക്ടേഴ്സ്? Prime number is not a multiple of any number. Okay, very good. Yes, yes. 2, 7, 3. Okay. Sarah പറയുന്നുണ്ട് 2, 3, 5 correct ആണ്. മുഹമ്മദ് ആദിൽ പറയുന്നുണ്ട് 2. Okay, correct ആണ്. Factors are 1 and number itself. Yes. Joy factor. Joy മോനെ വളരെ correct ആണ്. Any number which are having only factors, 2 factors are there, that 1 and that number itself. രണ്ട് factors ഉണ്ടാവുള്ളൂ. ഒരു factor 1 ഉം രണ്ടാമത്തെ factor ആ number തന്നെയുമാണ്. Am I correct? അങ്ങനെയുള്ള numbers ആണ് prime numbers. Okay, the prime numbers are numbers which are having only 2 factors, 1 and that number itself. So the examples of prime factors are 2, 3, 5, 7, 9, sorry, not 9, 2, 3, 5, 7, 11, 13, etc. There are 25 prime factors, prime numbers are between 1 and 100. 1 നും 100 നും ഇടയിൽ 25 prime numbers are there. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പഠിച്ചു വെച്ചോണം, ഹയർ ക്ലാസ്സസിലേക്ക് ആവശ്യമാണ്. 1 is not a prime number കേട്ടോ, ഗ്രേറ്റർ ദാൻ 1 ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. 2 is the only even prime number. ആ കൺസെപ്റ്റ് മറക്കരുത്. 1 പ്രൈം ആയിട്ട് കൂട്ടിയിട്ടില്ല, തുടങ്ങുന്നത് 2 എന്നാണ്. 2 is the only even prime number. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ എന്താ? കോമ്പോസിറ്റ് നമ്പർ എനിബഡി എൽസ്? ഓക്കെ, നന്നായിട്ട് കമന്റ് വരുന്നുണ്ട്, സന്തോഷം. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, വാട്ട് ഈസ് കോമ്പോസിറ്റ് നമ്പർ? പ്രൈമിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കോമ്പോസിറ്റ്. പ്രൈം ആണെങ്കിൽ രണ്ട് ഫാക്ടർ 1ഉം ദാറ്റ് നമ്പറും അല്ലെ. കോമ്പോസിറ്റ് ആണെങ്കിൽ 1ഉം ആ നമ്പറും അല്ലാതെ ഒരു ഫാക്ടർ കൂടി വന്നാൽ ദാറ്റ് കൈൻഡ് ഓഫ് നമ്പേഴ്സ് ആർ സെഡ് ടു ബി composite number. നോക്കിക്കേ, a number is composite if it has at least one factor other than 1 and itself. എക്സാമ്പിൾ ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട് 4, 6, 8. 4 എന്നൊരു നമ്പർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 4ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെ വരും? 1 എല്ലാത്തിന്റെയും ഫാക്ടർ ആണ്. ഓക്കെ, പിന്നെ 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 2 is one of the factor of 4. Then 4 itself is already one factor. So how many factors are there for 4? 1, 2 and 4. Okay, 3 factors are there. അപ്പോൾ 1ഉം ആ നമ്പറും അല്ലാതെ ഒരു ഫാക്ടർ കൂടി കയറി വന്നു. സോ അങ്ങനെയുള്ള നമ്പേഴ്സിന് പറയുന്ന പേരാണ് കോമ്പോസിറ്റ്. പ്രൈമും കോമ്പോസിറ്റും ഒരുമിച്ച് ഓർത്ത് വെക്കുക. പ്രൈമിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കോമ്പോസിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു വേർഡ് കൂടി നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കണം, കോപ്രൈം നമ്പേഴ്സ്. കോപ്രൈം നമ്പേഴ്സ് എന്താണ്? കോപ്രൈം നമ്പേഴ്സ് ഡെഫിനീഷൻ വേഗം പറഞ്ഞേ. കോപ്രൈം നമ്പേഴ്സ്, യെസ്, കുറെ പേര് നന്നായിട്ട് കമന്റ് ഇടുന്നുണ്ട്, വെരി ഗുഡ്. കോപ്രൈം നമ്പേഴ്സ് എന്താണ്? കോപ്രൈം നമ്പേഴ്സ് രണ്ട് നമ്പേഴ്സിനെ കോപ്രൈം എന്ന് പറയണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. വാട്ട് ഇസ് ദാറ്റ്? യെസ്, യെസ്, കോപ്രൈം നമ്പേഴ്സ് ഹാവ് നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1. ഓക്കെ, കമന്റ് ചെയ്തിട്ടുണ്ട്, വെരി ഗുഡ്. Yes, Amin, Gafur, 2 numbers that have only one common factor. Okay, 2 numbers are said to be co-primes. 2 numbers are said to be co-primes if they do not have a common factor other than 1. 1 അല്ലാതെ അവർക്ക് വേറൊരു പ്രൈം, വേറെ ഒരു ഫാക്ടറും ഉണ്ടായില്ല. ഓക്കെ, എക്സാമ്പിൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് 8, 15. ഇതൊരു കോപ്രൈമിന് എക്സാമ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. 8നും 15നും കോമൺ ഫാക്ടർ വേറെ ആരുമില്ല അതർ ദാൻ 1. 1 മാത്രമേ ഇവിടെ ഫാക്ടർ ആയിട്ട് വരുന്നുള്ളൂ. ക്ലിയർ? സോ ഇതിനെ കോപ്രൈം എന്ന് പറയും. പക്ഷെ 8 എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്, 15 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. ഈ കോപ്രൈം എന്ന് കേൾക്കുമ്പോൾ നമ്മളൊന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. രണ്ട് പ്രൈം നമ്പേഴ്സിനെ എടുത്തിട്ടാണോ കോപ്രൈം ചെക്ക് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. പ്രൈം നമ്പേഴ്സ് ആണെന്ന് ഒരു നിർബന്ധമില്ല. എനി 2 numbers which are having only one common factor, that is 1. 1 കോമൺ ഫാക്ടർ ആയിട്ട് മാത്രം വരുന്ന ഏതെങ്കിലും 2 നമ്പർ എടുത്താൽ അതിനെ പറയുന്ന പേരാണ് കോപ്രൈംസ്. ഓക്കെ, ഇറ്റ് നീഡ് നോട്ട് ബി പ്രൈംസ്. ഇപ്പോൾ 3ഉം 5ഉം എടുത്താൽ അത് കോപ്രൈംസിന് എക്സാമ്പിൾ ആണ്, ബട്ട് 3ഉം 5ഉം പ്രൈം ആണ്. പക്ഷെ ഇത് അതിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന വേറൊരു എക്സാമ്പിൾ ആണ്. 8ഉം 15ഉം ദേ ആർ നോട്ട് പ്രൈംസ്, ബട്ട് ഈവൻ ഇഫ് ദേ ആർ കോപ്രൈംസ്. അണ്ടർസ്റ്റുഡ്? എല്ലാവർക്കും മനസ്സിലായോ ഡിഫറൻസ്? ഈ 3 ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെയും മനസ്സിലായോ? നിങ്ങൾക്കറിയാം, മനസ്സിലായോ എന്നൊന്നും ചോദിക്കണ്ട, എല്ലാവരും കമന്റിൽ ഇടുന്നുണ്ട്. യെസ്, ഓക്കെ, യെസ്.
അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വെച്ചത്. ഇനി നമുക്ക് ശരിക്കും ചാപ്റ്ററിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമുക്കത് ആവശ്യം വരും. പ്രൈം ഫാക്ടറൈസേഷൻ 8th 9th ഇതിലൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച കാര്യമാണ്. പ്രൈം ഫാക്ടറൈസേഷൻ പേരിൽ തന്നെ ഉണ്ട്. പ്രൈം ഫാക്ടറൈസേഷൻ, ഫാക്ടറൈസേഷൻ ചെയ്യുന്നു, പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ചുള്ള പ്രൈം ഫാക്ടറൈസേഷൻ. സോ വാട്ട് ഡു യു മീൻ ബൈ പ്രൈം ഫാക്ടറൈസേഷൻ? എനിബഡി എൽസ്? പ്രൈം ഫാക്ടറൈസേഷൻ എന്താന്ന് പറയാമോ നിങ്ങളെ? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നമ്മൾ ആ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇത് കുറച്ചുകൂടി ഒരു യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, യെസ്. സ്കൂളിൽ ഓൾറെഡി ഇത് എടുത്ത ടോപ്പിക്കാണോ കുഞ്ഞുങ്ങളെ? സ്കൂളിൽ ഈ ടോപ്പിക്ക് കഴിഞ്ഞോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞത്? ഫസ്റ്റ് ചാപ്റ്റർ ആണ് ക്ലാസ് 10ന്റെ. ഇത് എടുത്തു കഴിഞ്ഞു ഈ ടോപ്പിക്ക്? ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ മീൻസ് ഇറ്റ് ഈസ് the process of expressing a number as the product of prime numbers. പ്രൈം നമ്പറുകൾ ഫാക്ടർ ആക്കി വെച്ചുകൊണ്ട് പ്രൊഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. 6 എന്നൊരു നമ്പർ എടുക്കുക. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 2 into 3 അല്ലെ. 9 എന്നൊരു നമ്പർ എടുത്താൽ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റ് ആസ് 3 into 3. 36 എടുക്കുകയാണെങ്കിൽ അതിനെ ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്ത് ഫാക്ടറൈസ് ചെയ്യുക. ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് 2 into 2 into 3 into 3. In other words, we can written as 2 square into 3 cube. 3 square, sorry. 2 square into 3 square. Two square into 3 cube. Sorry, 2 square into 3 square. Okay. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തു? പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. ക്ലിയർ അല്ലേ? പ്രൈം ഫാക്ടറൈസേഷൻ നിങ്ങൾ പഠിച്ചതാണ്. സോ അതുകൊണ്ട് നന്നായിട്ട് അറിയാവുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇത്. ശരിക്കും നമുക്ക് ഇനി ഇവിടെ ആവശ്യം വരും. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ചാപ്റ്ററിലേക്ക് പോവാണ്. ദ ഫസ്റ്റ് ടോപ്പിക് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്, ദ ഫസ്റ്റ് സെഷൻ ഇസ് ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കില് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിക്കേ. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. Every composite number can be expressed as a product of primes and this factorization is unique apart from the order in which the prime factors occur. അതായത് ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റും. That factorization is unique. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 36 can be factorized as നമ്മൾ പറഞ്ഞു 18 2 9 3 3. So 2 into 2 into 3 into 3. ഇതാണ് ഇവിടുത്തെ 36ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ അല്ലെ? കറക്റ്റ് അല്ലേ? ഈ ഫാക്ടറൈസേഷൻ എഴുതിയത് യുണീക്ക് ആണെന്ന് ഇവിടെ പറയുന്നത്. യുണീക്ക് അതായത് ഈ നമ്പേഴ്സിന് ഇങ്ങനെയുള്ളൊരു യുണീക്ക് റെപ്രസെന്റേഷൻ, യുണീക്ക് ഫാക്ടറൈസേഷനേ ഉള്ളൂ. അടുത്ത സെന്റൻസ് ആണ് ഇമ്പോർട്ടന്റ്. അപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഓഫ് ദ ഫാക്ടേഴ്സ് ഒക്കർ. 2 into 2 into 3 into 3. ഇതിനെ വേണമെങ്കിൽ എനിക്ക് 2 into 3 into 2 into 3 ഓർഡർ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റി എന്ന് കരുതി പ്രൈം ഫാക്ടേഴ്സ് മാറുന്നില്ല. സെയിം നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 2 2 3s അല്ലെ? സോ 2 into 2 3 into 3. So these are 2 and 3 are the prime factors of 36. This is the right representation, prime factorization of 36. Okay, correct അല്ലേ? അപ്പോൾ ഇതാണ് ഈ തിയറം പറയുന്നത്. ആക്ച്വലി ഇത് നമ്മുടെ ഓൾജിബ്രയിൽ ഒരു ഇമ്പോർട്ടന്റ് തിയറമാണ് മാത്സിലെ. ഇത് ശരിക്കും പ്രൂവ്
സർവേ ചെയ്ത ഒരു ഗ്രേറ്റ് മാത്തമെറ്റീഷ്യൻ ഉണ്ട്. അദ്ദേഹത്തിന് പ്രിൻസ് ഓഫ് മാത്തമെറ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രേറ്റ് മാത്തമെറ്റിക്സിൽ 3 ഗ്രേറ്റ് മാത്തമെറ്റീഷ്യൻസ് ആണുള്ളത്. ആർക്കിമിഡീസ്, ന്യൂട്ടൺ, പിന്നെ ഇദ്ദേഹം കൂടിയാണ്. സോ ഇറ്റ്സ് നൺ അതർ ദാൻ കാൾ ഫ്രെഡറിക് ഗോസ്. സോ ഹി വാസ് ഗിവൺ ദ പ്രൂഫ് ഫോർ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിന് ഒരു പ്രൂഫ് കൊടുത്ത ഒരു ഗ്രേറ്റ് മാത്തമെറ്റീഷ്യൻ ആണ് കാൾ ഫ്രെഡറിക് ഗോസ്. ഓക്കെ, സോ ഈസ് നോൺ ആസ് ദ പ്രിൻസ് ഓഫ് മാത്തമെറ്റിക്സ്. ആക്ച്വലി ഇദ്ദേഹം മാത്തമെറ്റിക്സിന് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര ഈസ് ഓൾസോ പുട്ട് ഫോർവേഡ് ബൈ കാൾ ഫ്രെഡറിക് ഗോസ്. ഓക്കെ, സോ നിങ്ങൾ ഇദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇദ്ദേഹത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇദ്ദേഹത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാൾ ഫ്രെഡറിക് ഗോസ്. കേട്ടിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അദ്ദേഹം മാത്സിന് ഒരുപാട് സംഭാവനകൾ ചെയ്തൊരു മാത്തമെറ്റീഷ്യനാണ്. ഓക്കെ, ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്, അതായത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. ആക്ച്വലി നമ്മളത് പ്രോബ്ലത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് കേട്ടാൽ ഒട്ടനെ നിങ്ങളുടെ മൈൻഡിലേക്ക് ക്ലിക്ക് ചെയ്യേണ്ട ഒരു വേർഡ് ഉണ്ട്, പ്രൈം ഫാക്ടറൈസേഷൻ. ഈ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിൽ ഉള്ളത്. Am I correct? സോ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ശരിക്കും the thing behind the fundamental theorem of arithmetic. ഓക്കെ, സോ അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ, ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇസ് ലൈക്ക് ദിസ്. ഇതൊരു പ്രോബ്ലം ആണ്. ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് ആണ്. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റൻ ഒന്ന് വായിച്ചേ. നിങ്ങളുടെ എക്സാമ്പിൾ 1 ആണ് NCERT-ലെ ദ ഫസ്റ്റ് എക്സാമ്പിൾ. കൺസിഡർ ദ നമ്പേഴ്സ് 4 raised to n where n is a natural number. Check whether there is any value of n for which 4 raised to n ends with the digit 0. അതായത് 4 raised to n എന്ന് പറയുന്ന എപ്പോഴെങ്കിലും ending with 0 ആകുമോ for any value of n. സോ ഞാൻ n equal to 1 കൊടുക്കുകയാണ്. അപ്പോൾ 4 raised to 1 4 ആയി. n equal to 2 കൊടുത്തു, 4 raised to 2 16 ആയി. n equal to 3 കൊടുത്തു, 4 raised to 3 16 into 4 64 ആയി. ഇത് എപ്പോഴെങ്കിലും ഈ നമ്പേഴ്സ് എപ്പോഴെങ്കിലും 0യിൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പർ ആകുമോ ഫോർ എനി വാല്യൂ ഓഫ് n? അതാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇത് എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്? ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് ആണെങ്കിൽ അത് എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്? പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ പ്രൈം ഫാക്ടറൈസേഷൻ കൊണ്ടുവരണം. അപ്പോൾ 4 raised to n ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതണം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദാറ്റ്. 4 raised to 2n. The number 4 can be represented as 4 raised to n. 4 raised to n. The number 4 can be written as 2 square. Am I correct? The whole raised to n. But we were studied a raised to m, the whole raised to n can be written as a raised to mn. The law of exponents. So by that we can written 2 raised to 2n. What is the meaning of this? 2 raised to 2n means 2 into 2 into 2 into etc. up to 2. How many 2's are there? 2 and 2's are there. Okay, so 2n times. But 2 square എന്ന് പറയുമ്പോൾ 2 into 2. 2 cube എന്ന് പറയുമ്പോൾ 2 into 2 into 2 അല്ലേ? സോ അപ്പോൾ 2 raised to 2n എന്ന് പറയുമ്പോൾ 2 into 2 into 2 into up to 2n times. Clear? So 4 raised to n ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഈ 4 raised to n എപ്പോഴെങ്കിലും എൻഡിങ് വിത്ത് 0 ആകുമോ ഏതെങ്കിലും വാല്യൂ ഓഫ് n ന്? ഞാനപ്പോൾ ഇവിടെ നിങ്ങളോട് ഒരു കാര്യം സിമ്പിൾ ഒരു എക്സാമ്പിൾ വഴി കാണിക്കുകയാണ്. നമ്പർ എൻഡിങ് വിത്ത് സീറോസ് കുറച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. 10 നമ്പർ എൻഡിങ് വിത്ത് 0 ആണ്. ഹൗ ക്യാൻ വി റൈറ്റ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 10? 2 into 5. And 20, how can we write? 2 into 2 into 5. 100 എങ്ങനെ എഴുതാം? 2 into 2 into 5 into 5. ഈ പ്രൈം ഫാക്ടറൈസേഷനിലൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ടൊരു കാര്യം, ഒരു ഫാക്ടറിനെ കാണാൻ പറ്റും. ആരാ കോമൺ ഫാക്ടർ? 5. So if a number is ending with 0, definitely 5 is one of the prime factor. എനിക്ക് കൺക്ലൂഡ് ചെയ്തൂടെ? ഉറപ്പായിട്ടും 5 എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ടായിരിക്കും പ്രൈം ഫാക്ടറൈസേഷനിൽ. അത് നമുക്ക് ഈ എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ 4n ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതിയപ്പോൾ അവിടെ 5 എന്ന് പറയുന്ന ഒരു നമ്പർ ഇല്ല. ദാറ്റ് മീൻസ് 4n ഒരിക്കലും 0യിൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പർ ആകില്ല ഫോർ എനി വാല്യൂ ഓഫ് n. Can I conclude like that? Understood? നിങ്ങൾക്ക് മനസ്സിലായോ? കമന്റ് ചെയ്യാമോ? കമന്റ് ചെയ്യാമോ? ക്ലിയർ ആയോ? ഈ ഒരൊറ്റ എക്സാമ്പിൾ ഓർത്താൽ മതി. സോ ഹിയർ വി ക്യാൻ കൺക്ലൂഡ് 4n cannot be a number ending with 0 as it has no prime factor 5 in the prime factorization. Okay, clear alle? 5 ഉണ്ടെങ്കിൽ മാത്രമേ 0യിൽ എൻഡ് ചെയ്യുള്ളൂ because it does not contain the prime factor 5 in the prime factorization of 4n. Clear? So we can conclude like that. For any value of n, 4n equal to 0, 4n is not ending with 0 because the prime factorization does not include the prime factor 5. Clear? This is the first application of fundamental theorem of arithmetic. ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ എക്സസൈസിൽ ഇതിന്റെ തന്നെ വേറൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. 6n ending with 0 for any value of n. ആകുമോ? ആർക്കെങ്കിലും പറയാമോ? 6n എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടെങ്കിൽ 6n ഒരു നമ്പർ ഉണ്ട്. 4n ന്റെ പ്ലേസിൽ 6n ഇട്ട് തിങ്ക് ചെയ്താൽ മതി. ഓക്കെ, 4n മാറ്റി 6n ഇടുക. സെയിം ക്വസ്റ്റ്യൻ. ആൻസർ എങ്ങനെ ചെയ്യാം? നേം പറഞ്ഞേ, പറയാമോ? ഒന്നുമില്ല. ആപ്ലിക്കേഷൻ ഓഫ് പ്രൈം ഫാക്ടറൈസേഷൻ. 6n ഒന്ന് മാറ്റി എഴുതിയാൽ മതി. 6 എങ്ങനെ എഴുതാം? 2 into 3 raised to n അല്ലേ? that is 2n into 3n. that is 2 into 2 into 2 into etc into 2. ഇത് n times and 3 into 3 into 3 into 3 etc 3 n times. So this is nothing but the prime factorization of 6 raised to n. It does not include the number 5 അല്ലേ? സോ അപ്പൊ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? 6 raised to എന്ന് പറയുന്ന നമ്പർ ഒരു വാല്യൂ ഓഫ് എന്നിലും എൻഡിങ് വിത്ത് 0 ആകില്ല. 6 raised to n എന്ന് പറയുന്ന നമ്പർ ഒരിക്കലും ഒരു എൻഡിങ് വിത്ത് 0 നമ്പർ ആകില്ല ഫോർ എനി വാല്യൂ ഓഫ് n അല്ലേ? അപ്പൊ ഒറ്റടിക്ക് നമ്മൾ രണ്ട് പ്രോബ്ലം ചെയ്തു തീർന്നു. സെറ്റ് അല്ലേ മക്കളെ? യെസ്. നിങ്ങൾ എന്നെക്കാട്ടി മുമ്പേ കമന്റ് ചെയ്തിട്ടുണ്ട് കുറെ പേരൊക്കെ. ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. വളരെ നല്ല കാര്യം. പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. യെസ്. അപ്പൊ ഇനി ടൈപ്പ് എന്ത് പ്രോബ്ലം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. വെരി സെറ്റ് അല്ലേ? ടീച്ചറിനെക്കാട്ടി മുമ്പേ ചെയ്തു. വെരി ഗുഡ്. ഇങ്ങനെ വേണം. ഇനി നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിന്റെ അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോവാം. അടുത്ത ആപ്ലിക്കേഷൻ ആണ് നമ്പേഴ്സിന്റെ LCMഉം HCFും കണ്ടുപിടിക്കാൻ ആര് സഹായിക്കും നമ്മളെ? ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്, അതായത് പ്രൈം ഫാക്ടറൈസേഷൻ. നമുക്കതൊരു എക്സാമ്പിളിലൂടെ കണ്ടുപിടിക്കാം. അതിന്റെ തിയറി ഒക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ലേണിംഗ് ബൈ ഡൂയിങ് എന്നാണല്ലോ ഇപ്പോഴത്തെ ഒരു തിയറി അല്ലേ? യെസ് മിസ്. സെറ്റ്. വെരി ഗുഡ്. നിങ്ങളെ പോലെ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയല്ലോ, വളരെ സന്തോഷം കേട്ടോ. എപ്പോഴും ലൈവിലൊക്കെ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടിരിക്കണം. താങ്ക് യു. പിന്നെ അല്ല, യെസ്, ഫയറൊക്കെ ഇട്ടിട്ടുണ്ട്. കത്തി ജോലിക്കുവാണ് അല്ലേ? അടിപൊളി. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഐ എം വെരി ഹാപ്പി നിങ്ങൾ നന്നായിട്ട് അത് അക്സെപ്റ്റ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ HCF ആൻഡ് LCM ഓഫ് 336 and 54. നമ്പർ കണ്ടു, ഞാൻ പറഞ്ഞു എന്തിന്റെ ആപ്ലിക്കേഷൻ? ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിന്റെ ആപ്ലിക്കേഷൻ. ചാടിക്കേറി നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 336 പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2 വെച്ച് ചെയ്താൽ ടീച്ചർ ചെയ്യുന്ന കറക്റ്റ് അല്ലേ? ഒന്ന് ചെക്ക് ചെയ്തോണം കേട്ടോ. യെസ്. സോ യു ക്യാൻ റിട്ടേൺ 336 ആസ് the product of 2 into 2 into 2 into 2 into 3 into 7, and the 54 can be factorized as 54 ne engane factorize cheyam? 2 27 3 9 3 3.
ഇതിനെ എനിക്ക് വേറെ രീതിയിലൂടെ എഴുതാം കേട്ടോ. അതിവിടെ എഴുതിയേ പറ്റുള്ളൂ. ബിക്കോസ് 2 4 ടൈംസ് ആയതുകൊണ്ട് 2⁴ എന്ന് എഴുതാം. 3 × 7 ഇതവിടെ കിടക്കട്ടെ. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 336. 54 എനിക്ക് എങ്ങനെ എഴുതാം? 2 × 3 × 3 × 3. The product of 2 3 3 3 3 അല്ലേ? So it can be written as 2 × 3⁻3. പ്രൈം ഫാക്ടറൈസേഷൻ ആദ്യം ചെയ്തു വെച്ചു. പകുതി പണി തീർന്നു. നോട്ട് എൻഡിങ് വിത്ത് 0. അടിപൊളി മുഹമ്മദ് ആദിൽ. താങ്ക് യു. നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് തന്നെ വലിയ കാര്യം. യെസ് മിത്രാംബിക. യെസ് തംസ് അപ്പ് ഒക്കെ തന്നിട്ടുണ്ട്. യെസ് ഇതിൽ എങ്ങനെ നമുക്ക് LCMഉം HCFും കണ്ടുപിടിക്കാന്ന് പറയാം. ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ, വേഗം കണ്ടുപിടിക്കാം. HCF കണ്ടുപിടിക്കുന്ന ആദ്യം പറയാം. പ്രൈം ഫാക്ടേഴ്സ് നോക്കുക. അതില് കോമൺ ആയിട്ടുള്ള പ്രൈം ഫാക്ടർ ഐഡന്റിഫൈ ചെയ്യുക. ദ വേർഡ് യു ലിസൺ, കോമൺ പ്രൈം ഫാക്ടർ. ദെൻ കോമൺ പ്രൈം ഫാക്ടറിന്റെ സ്മോളസ്റ്റ് പവർ കൺസിഡർ ചെയ്യാം. ഇവിടെ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ 2 എന്ന് പറയുന്ന പ്രൈം ഫാക്ടർ ഉണ്ട്, ഇവിടെയും 2 എന്ന് പറയുന്ന പ്രൈം ഫാക്ടർ ഉണ്ട്. ഒരെണ്ണത്തിൽ 2ന്റെ പവർ 2⁴ ആണ്, ഇവിടെ 2ന്റെ പവർ 1 ആണ്. സോ ഒരേ സാധനം 2 പവറിൽ നിൽക്കുകയാണെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ദ സ്മോളസ്റ്റ് പവർ ടു റൈറ്റ് ഡൗൺ ദ HCF കേട്ടോ. സോ അതിന് സ്മോളസ്റ്റ് പവർ എടുക്കുക. സോ HCF നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് പ്രോഡക്റ്റ് ഓഫ്, ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കോമൺ, ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കോമൺ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ബോത്ത് ദ നമ്പേഴ്സ്. ഓക്കെ, കോമൺ ആയിട്ടുള്ള പ്രൈം ഫാക്ടർ ആയിരിക്കണം. ആ പ്രൈം ഫാക്ടറിൽ കോമൺ ആയിട്ട് വരുന്നത് മാത്രമല്ല അതിന്റെ ലെസ് പവർ എടുക്കുക. സോ ഇവിടെ 2⁴ ഉണ്ട്, 2 ഉണ്ട്. സോ നിങ്ങൾ 2 എടുത്താൽ മതി. പിന്നെയുള്ള കോമൺ ഫാക്ടർ 3 ആണ്, ഇവിടെ 3³ ആണ്. സോ ലെസ് പവർ എന്ന് പറയുന്നത് 3 ആണ്. സോ 2 × 3 is nothing but 6. സോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് HCF is the product of the smallest power of each common prime factor in the numbers. Prime factorization ചെയ്തിട്ട് അതിന്ന് product of the smallest power of each common prime factor. Common prime factor നോക്കുക, അതിന്റെ smallest power എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സെറ്റ് ആണോ? യെസ്. ഇനി നമ്മള് LCM കണ്ടുപിടിക്കുകയാണ്. LCM കണ്ടുപിടിക്കുന്നത് വേറൊരു റൂളാണ്. LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണമെങ്കിൽ കമന്റ് ഒക്കെ വരുന്നുണ്ട്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണമെങ്കിൽ യെസ് HCF 6 ആണ്. ഓക്കെ, യെസ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് കോമൺ ഫാക്ടർ ഐഡന്റിഫൈ ചെയ്യണം എന്നില്ല. ഇവിടെ കോമൺ എന്നുള്ളൊരു വേർഡ് നിങ്ങൾ യൂസ് ചെയ്യരുത്. LCMല് ഉള്ള ഫാക്ടേഴ്സ് എല്ലാം, 2 നമ്പേഴ്സിന്റെയും ഉള്ള ഫാക്ടേഴ്സ് എല്ലാം ഐഡന്റിഫൈ ചെയ്യാം. എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹയസ്റ്റ് പവർ എടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പൊ 2⁴ഉം 2 ഒരു കോമൺ ഫാക്ടർ ആണ് അല്ലെ, കോമൺ പ്രൈം ഫാക്ടർ ആണ്. പക്ഷെ ഉള്ളതിൽ ഹയസ്റ്റ് പവർ ആർക്കാ? 2ന്റെ 4 പവർ ആണ്, 4th പവർ ആണ് ഇവിടെ ഹയസ്റ്റ് അല്ലെ. സോ അപ്പൊ അതെടുക്കുക. പ്രോഡക്റ്റ് ചെയ്യാണ്. 2⁴ എടുത്തു. ഇവിടെ 3⁵3. ആരെ എടുക്കണം? 3യും 3⁵3യും. ആരെ എടുക്കണ്ടേ? വേഗം കമന്റ് ചെയ്തേ. 3⁵3. Which prime factor we should consider? We have to consider what? Lowest or highest power to find out the LCM. വേഗം പറഞ്ഞേ. ഹയസ്റ്റ് പവർ. അപ്പൊ ആരെ എടുക്കാം? 3⁵3 എടുക്കാം. Then ഒരാൾ ഇവിടെ നിപ്പുണ്ട് 7. ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. പക്ഷെ we are not searching the common അല്ലെ. So we are considering all the prime factors, but if there is common we are considering the highest power. Okay, that's it. So into 7. So what is the value? 2⁴ എന്ന് പറയുമ്പോൾ 2 × 2 × 2 × 2 അപ്പോൾ 16 വരും. 27 × 7 അല്ലേ. സോ 3024. അപ്പോൾ LCM കണ്ടുപിടിച്ചു, HCF കണ്ടുപിടിച്ചു. LCM ആക്ച്വലി കണ്ടുപിടിക്കുന്ന തിയറി ഇതാണ്. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ നമ്പേഴ്സ്. കണ്ടോ, ഇവിടെ കോമൺ എന്ന് പറയുന്ന ഒരു ടേമേ ഇല്ല. ബട്ട് HCFല് കോമൺ ആയിട്ട് വരണം. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലോവസ്റ്റ് പവർ. സെറ്റ് അല്ലേ മക്കളെ? യെസ്. LCM 3024. വെരി ഗുഡ്. യെസ്. മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു. വെരി ഗുഡ്. യെസ്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താന്ന് പഠിച്ചവർക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റും.
ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടർ ഉണ്ട്. നിങ്ങൾ LCM-നെയും HCF-നെയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് വേഗം ആൻസർ പറഞ്ഞേ. വേഗം LCM-ഉം HCF-ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തേ. LCM is 3024, HCF is 6. 6 into 3024. ആൻസർ ആരാദ്യം പറയുന്നത് നോക്കട്ടെ, വേഗം പറഞ്ഞേ. കാൽക്കുലേഷൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് എന്ന് നോക്കട്ടെ. ആൻസർ വേഗമാട്ടെ, കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യരുത്, വേഗം ചെയ്ത് പറ. സെറ്റ്, ഓക്കെ. ആൻസർ പോരട്ടെ. മൾട്ടിപ്ലിക്കേഷന്റെ ആൻസർ വേഗം പോരട്ടെ. 3024 into 6 HCF into LCM. ആൻസർ വേഗം പറഞ്ഞേ കുഞ്ഞുങ്ങളെ. യെസ്, ടീനു ടോമിന്റെ ആൻസർ തെറ്റിപ്പോയല്ലോ. 1814 ആണോ? 3024-ഉം 6 കൂടി ഇൻഡു ചെയ്യുമ്പോൾ 1814 ആണോ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്പറിന്റെ വലിപ്പം കുറയുവാണോ ചെയ്യുന്നേ? 18144. ഓക്കെ, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. ഹിയർ നമ്മളിവിടെ ചെയ്ത പ്രോബ്ലത്തില് HCF-ഉം LCM-ഉം കൂടി ഇൻഡു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 18144 ആണ്. This is nothing but LCM and HCF of 33654 ആണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. 336-ഉം 54-ഉം കൂടി ഇൻഡു ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 18144 ആയിരിക്കും. കുറെ പേരൊക്കെ കമന്റിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമ്പേഴ്സ് ഇൻഡു ചെയ്യുമ്പോഴും ആ നമ്പർ വരുന്നുണ്ടെന്ന്. ഓക്കെ, അത് തന്നെ. യെസ്, ഓ എന്നെക്കാട്ടിയും മുമ്പേ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു പ്രോപ്പർട്ടി അല്ലെ? അങ്ങനെയാണെങ്കിൽ we can define the property. HCF of AB, LCM of AB, അതായത് HCF of 2 number, LCM of 2 number, രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റ് എടുത്താൽ it will give the product of the numbers. ഇതൊരിക്കലും മറക്കരുത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എസ്പെഷ്യലി CBSE സ്റ്റുഡൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ക്വസ്റ്റ്യൻ വിൽ ബി there. ഓക്കെ, സെറ്റ് ആണോ? സെറ്റ് ആകും, ബിക്കോസ് എന്നെക്കാട്ടി മുമ്പേ നിങ്ങൾ ഉത്തരവൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് സെറ്റ് ആയതുകൊണ്ടാണല്ലോ. യെസ്, താങ്ക് യു. യെസ്, ഓക്കെ. പക്ഷെ ഒരിക്കലും ഈ ഒരു പ്രോപ്പർട്ടി ട്രൂ അല്ല കേട്ടോ. HCF ഓഫ് ABC 3 നമ്പർ എടുക്കുന്ന കേസിൽ ദിസ് പ്രോപ്പർട്ടി ഈസ് നോട്ട് വാലിഡ്. സോ റിമെമ്പർ, ദിസ് പ്രോപ്പർട്ടി ഈസ് നോട്ട് വാലിഡ് ഫോർ ദ 3 നമ്പേഴ്സ് A into B into C. A into B into C. നിങ്ങളുടെ ടെക്സ്റ്റിന്റെ NCERT ടെക്സ്റ്റിന്റെ ഏറ്റവും പുറകിൽ ഈ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് നോട്ട് വാലിഡ് ഫോർ 3 numbers. ഓക്കെ, സോ ഇതും ഓർക്കുക. ഇതേ നിങ്ങൾക്ക് വരുള്ളൂ, ഇത് വെച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ക്ലിയർ? യെസ്, 100% പെർഫെക്റ്റ്. യെസ്, ഓക്കെ. അപ്പോ ഫസ്റ്റ് സെഷനിൽ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്തോ ഈസി അല്ലേ? ഒരൊറ്റ തിയറം വെച്ചിട്ട് ഒരു എക്സസൈസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് എക്സസൈസ് ഒരു കൺഫ്യൂഷനും കൂടാതെ ചെയ്യാൻ പറ്റും. നമ്മൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ലെവൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ ആ ഒരു ലെവലിൽ നിന്ന് വരുള്ളൂ. പിന്നെ ഒരു സെഷനും കൂടിയേ ഉള്ളൂ, ബാക്കിയൊക്കെ ഡിലീറ്റഡ് ആയി പോയി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ് ഈ വർഷത്തെ പിള്ളേര്. കഴിഞ്ഞ വർഷം ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഇറക്കി ഡിലീറ്റഡ് ടോപ്പിക് ഒക്കെ വെച്ചല്ലേ. എന്തൊക്കെ പോർഷൻസാണ് ഡിലീറ്റ് ചെയ്തത്? കുറച്ച് കാര്യങ്ങൾ പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം അല്ലേ? സോ ലക്കി പീപ്പിൾ. യെസ്, അപ്പോ രണ്ടാമത്തെ സെഷനിൽ റീവിസിറ്റിംഗ്, ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഗിവൻ ദാറ്റ് HCF ഓഫ് നമ്പർ ഈസ് ഗിവൺ, LCM തന്നിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ അത് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരും. ഓക്കെ, അത് നിങ്ങൾ ചെയ്താൽ മതി. യു നോ വെരി വെൽ. റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ്. ഈ റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറാഷണൽ നമ്പറിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഇറാഷണൽ നമ്പർ എന്താണെന്ന് പഠിച്ചു. തുടക്കത്തിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തതാണ്. റാഷണൽ അല്ലാത്ത എല്ലാ പേരെയും ഇറാഷണൽ എന്ന് പറയുന്നു. ഇൻ ദിസ് സെഷൻ യു വിൽ പ്രൂവ് √2, √3, √5 ആർ ഇറാഷണൽ എന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത്രയും നാളും √2, √3 ഒക്കെയാണ് എക്സാമ്പിൾ ഓഫ് ഇറാഷണൽ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ അത് തെളിയിക്കാൻ പോവാണ്. ഓക്കെ, ബിഫോർ ദാറ്റ് നിങ്ങൾ ഒരു തിയറം പഠിക്കണം. നമ്മൾ ആ പ്രൂഫിൽ ഒരു കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അത് ഈ തിയറമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു സപ്പോർട്ടിംഗ് തിയറമാണ്, അത് നിങ്ങൾ ഓർത്ത് വെക്കാം. ഇഫ് let P be a prime number, if P divides A square, then P divides A. ഇതിന്റെ പ്രൂഫ് ഒന്നും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. എങ്ങനെ ഞാനൊരു എക്സാമ്പിൾ ഇട്ട് പറയാം. then you will get
You will understood very easily. Okay. P ആയിട്ട് 5 വെക്കുന്നു, A ആയിട്ട് 25 വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ A square 25 സ്ക്വയർ 625. ഇവിടെ എനിക്ക് പറയാൻ പറ്റും P divides A square ആണെങ്കിൽ 5 divides 625. ഒരു കൺഫ്യൂഷനും ഇല്ല അല്ലെ? 5 divides 625. That is 5 divides 25 square. Definitely implies 5 divides 25. കറക്റ്റ് അല്ലേ? നമ്പർ ഇട്ട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തീർത്തിയ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക ഒരു നമ്പർ ഇട്ട്. ഇസ് ഇറ്റ് ക്ലിയർ? സെറ്റ് ആണോ? യെസ്, വെരി ഗുഡ്. ഈ തിയറം നമ്മളൊരു സപ്പോർട്ടിംഗ് തിയറമാണ്. ഇനി നമ്മൾ ശരിക്കും പ്രൂവ് ചെയ്യാൻ പോവാണ്. എന്താണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് √2 ഒരു ഇറാഷണൽ നമ്പർ ആണ്. ഈ √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് ഒരു പ്രത്യേക മെത്തേഡ് വെച്ചിട്ടാണ്. മാത്സിൽ ഒരു പ്രത്യേക ടൂളാണ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. ചില തിയറം ഒക്കെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. ഈ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷനും നമ്മളും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ? മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ, നമ്മളോട് ആരെങ്കിലും ആ വഴിയെ പോകരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ വഴി പോയാൽ എന്താ കുഴപ്പം അല്ലെ? ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ട്. ആ വഴി പോയാൽ എന്താ കുഴപ്പം? എന്നാ ആ വഴി ഒന്ന് പോയേക്കാന്ന് പറഞ്ഞാൽ ആ വഴി അങ്ങ് പോകും. അപ്പൊ ദാണ്ട് നിൽക്കുന്നു അരിക്കൊമ്പൻ അവിടെ നെഞ്ചും വിരിച്ച് അല്ലെ? സോ പോയ വഴി തിരിച്ചു വരും. എന്നിട്ട് പറയും ആ വഴി പോകരുത്, അരിക്കൊമ്പൻ അവിടെ നിപ്പുണ്ട്. അപ്പോ പോകരുത് എന്ന് പറഞ്ഞ വഴിയെ കൂടെ പോയി ഒരു പ്രശ്നം സംഭവിച്ചു, തിരിച്ചു വന്നു. അതാണ് എന്ത്? മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. ഇപ്പൊ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ എന്ന് കേട്ടാൽ ആദ്യം എന്ത് മനസ്സിലാക്കുക? നിങ്ങൾ അരിക്കൊമ്പനെ ഓർത്താൽ മതി. അതുവഴി പോകരുതെന്ന് പറഞ്ഞു, പോയി അരിക്കൊമ്പനെ കണ്ടു, തിരിച്ചു വന്നു. അതേപോലെയാണ് നമ്മൾ √2 ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യുന്നത്. മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. √2 ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അത് ഇറാഷണൽ അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും അല്ലെ? സോ √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ √2 ഇറാഷണൽ അല്ല എന്നങ്ങ് മനസ്സിൽ വെക്കുവാണ്. അതങ്ങ് പറയുവാണ് നമ്മൾ √2 ഇറാഷണൽ അല്ല നമ്മുടെ സ്വഭാവം. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകും, കുറച്ച് മാത്തമാറ്റിക്സ് സ്റ്റെപ്പിലൂടെ മുന്നോട്ട് പോകും. √2 ഇറാഷണൽ അല്ലെങ്കിൽ √2 റാഷണൽ ആണെന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ഇങ്ങനെ പോവാണ്. പകുതി വഴി ചെന്നു, അരിക്കൊമ്പനെ കണ്ടു, അതായത് ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടി. ഓക്കെ, √2 റാഷണൽ ആണെങ്കിൽ നമ്മൾ പ്രശ്നത്തിൽ ചെന്ന് ചാടും. പിന്നെ എന്ത് ചെയ്യും? നേരെ തിരിച്ചു വരും. എന്നിട്ട് പറയും പോകരുത്, ശരിയല്ല, അവിടെ പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പറയും √2 ഇറാഷണൽ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രശ്നത്തിൽ ചെന്ന് ചാടും. അതുകൊണ്ട് √2 ഇറാഷണൽ ആയേ പറ്റുള്ളൂ എന്ന് പറയും. That is the method which is called method of contradiction. Okay? അപ്പൊ സെറ്റ് ആണോ? പ്രൂവ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പ്രൂവ് ചെയ്യാം. കോൺട്രഡിക്ഷൻ മീൻസ് അരിക്കൊമ്പൻ. കോൺട്രഡിക്ഷൻ അരിക്കൊമ്പൻ ആണെന്നല്ല പറഞ്ഞത്, അരിക്കൊമ്പന് ഓർത്താ മതി എന്നാ ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് ഓർക്കാൻ പറ്റും. അല്ല, പോകരുത് എന്ന് പറഞ്ഞാൽ ആ വഴി ഒന്ന് പോയി നോക്കണം. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കും. മണിച്ചിത്രത്താഴിലെ ഡയലോഗ് ഓർക്കുന്നില്ലേ? ഭ്രാന്തമായ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കും എന്നൊക്കെ പറയുന്ന പോലെ ആരും പോകരുത്. √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ, ഇറാഷണൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ഓർക്കുക. ആ വഴി നമ്മൾ പോകേണ്ട വഴികളിലൂടെയൊക്കെ പോവുക. അപ്പൊ നമ്മൾ പ്രശ്നത്തിൽ ചാടും. ഓക്കെ, സോ നമുക്ക് പ്രൂവ് ചെയ്യാം. കൂടുതൽ കഥയൊന്നും പറയണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഷുവർ ക്വസ്റ്റ്യൻ ഇൻ യുവർ എക്സാമിനേഷൻ. കേട്ടോ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിനാണ് യൂഷ്വലി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ അസംഷൻ ഞാൻ പറഞ്ഞു, പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത്, അസ്യൂം √2 ഈസ് നോട്ട് ഇറാഷണൽ. അങ്ങനെയാണെങ്കിൽ ഇറാഷണൽ അല്ലെങ്കിൽ പിന്നെയുള്ള നമ്പർ എന്ന് പറയുന്നത് ഇറാഷണൽ അല്ലാത്ത എല്ലാ നമ്പറും എന്തായിരിക്കും? റാഷണൽ ആയിരിക്കും. therefore √2 ഈസ് റാഷണൽ എന്ന് വന്നു അല്ലെ? ഇറാഷണൽ അല്ലെങ്കിൽ റാഷണൽ എന്നുള്ള ഒറ്റ ചോയ്സേ ഉള്ളൂ. Yes. Yes. Anyone preparing for long term? ഇവിടെ ഞാൻ കോൺട്രഡിക്ഷൻ പറയുന്നു, അവൻ ലോങ് ടേമിനെ പറ്റി പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കടാ, നമുക്ക് അതൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ട്രിഗണോമെട്രി ഒന്നും ഒരു ഹാർഡസ്റ്റ് ടോപ്പിക്കോ അല്ല, അതൊക്കെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒക്കെ പഠിക്കേണ്ട രീതിയിലും പഠിപ്പിക്കേണ്ട രീതിയിലും പഠിച്ചാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ഫോളോ. ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കാം. ഡു വാട്ട് യു ലവ് ആൻഡ് ലവ് വാട്ട് യു ഡു. ചെയ്യുന്ന കാര്യമൊക്കെ ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുക, അതിനെ സ്നേഹിച്ച് ചെയ്യുക. ദെൻ നത്തിങ് ഇസ് ദെയർ. കേട്ടോ, ആ ഒരു ഫണ്ണായിട്ട് പഠിക്കാം, എന്റർടൈൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, ആ പോളിസി കീപ്പ് ചെയ്യുക. ഡു വാട്ട് യു ലവ് ആൻഡ് ലവ് വാട്ട് യു ഡു. ഓക്കെ, സോ കമ്മിങ് ടു ദ പ്രോബ്ലം, √2 ഈസ് റാഷണൽ. റാഷണൽ ആണെങ്കിൽ അതിന്റെ ഫോം എന്തായിട്ടിരിക്കും? P/Q ആണ്. അവിടെ കണ്ടീഷൻ ഉണ്ട്, Q 0 ആകാൻ പാടില്ല. അറ്റ് ദ സെയിം ടൈം P and Q
are integers. Definition ആണ് റാഷണൽ നമ്പേഴ്സിന്റെ അല്ലേ? ഇവിടെ ഞാനൊരു അസംഷൻ കൂടി വെക്കുന്നുണ്ട്. ലെറ്റ് പി ആൻഡ് ക്യൂ ഇന്റീജേഴ്സ് മാത്രമല്ല, ലെറ്റ് പി ആൻഡ് ക്യൂ ആർ കോപ്രൈംസ്. ആക്ച്വലി ഈ ഒരു സെന്റൻസ് ആണ് ഹാർട്ട് ഓഫ് ദ പ്രോബ്ലം. ദിസ് ഈസ് നത്തിങ് ബട്ട് ദ ഹാർട്ട് ഓഫ് ദ പ്രോബ്ലം. ഇവനെയാണ് നമ്മൾ കൂടെ പിടിക്കുന്നത്. ഇതിലേക്കാണ് നമ്മളൊരു പ്രോബ്ലം ഒരു വഴിയെ കൂടെ പോകുന്നു, പ്രശ്നത്തിൽ ചെന്ന് ചാടിക്കുന്നത് ഇവനെ അസ്യൂം ചെയ്യുന്നത് കൊണ്ടിട്ടാണ്. ഓക്കെ, പി അത് നമുക്ക് വഴിയെ കാണാം, ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പി ആൻഡ് ക്യൂ ആർ ഇന്റീജേഴ്സ് ആണ്. അറ്റ് ദ സെയിം ടൈം ദി ആർ കോപ്രൈംസ്. ഈ ഒരു അസംഷൻ വെച്ചു, അണ്ടർലൈൻ ചെയ്ത് വെച്ചോണം. ദിസ് ഇസ് ദ ഹാർട്ട് ഓഫ് ദ പ്രോബ്ലം. ഇങ്ങനെയാണെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ ഞാൻ പ്രൂഫിലേക്ക് വീണ്ടും തിരികെ വരികയാണ്. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. റൂട്ട് 2 ഈക്വൽ ടു പി ബൈ ക്യൂ. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. എന്ത് സംഭവിക്കും? യെസ് 2b. ഓക്കെ, സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ പോരുന്നുണ്ട്. വെരി ഗുഡ് കേട്ടോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു പി ബൈ ക്യൂവിന്റെ സ്ക്വയർ. റൂട്ട് 2നെ സ്ക്വയർ ചെയ്താൽ 2 ആകും. പി ബൈ ക്യൂവിനെ സ്ക്വയർ ചെയ്താൽ പി സ്ക്വയർ ബൈ ക്യൂ സ്ക്വയർ ആവും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 2q സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ എന്നാകും. ഞാൻ അതിനെ ഒന്ന് തിരിച്ചെഴുതി വെച്ചു. പി സ്ക്വയർ ഈക്വൽ ടു 2q സ്ക്വയർ. കാണാൻ ഒരു ഭംഗിയൊക്കെ ആക്കി വെച്ചു. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇവിടെയാണ് നമ്മുടെ തിയറത്തിന്റെ ആപ്ലിക്കേഷൻ. ഓക്കെ, പി സ്ക്വയർ ഈക്വൽ ടു 2q സ്ക്വയർ ആണെങ്കിൽ, അതായത് 4 ഇസ് ഈക്വൽ ടു 2 into 2 ആണെങ്കിൽ, അല്ലെങ്കിൽ 2 into 2 ആണ്. സോ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും 2 divides 4 അല്ലെ? 4ന്റെ ഒരു ഫാക്ടർ ആണ് 2. അപ്പൊ ഉറപ്പായിട്ടും 2 divides 4. സോ പി സ്ക്വയർ ഈക്വൽ ടു 2q സ്ക്വയർ ആണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് പറയാം 2 is one of the factor of p square. That means in other words I can say 2 divides p square. അങ്ങനെയാണെങ്കിൽ by the theorem 2 divides p square ആണെങ്കിൽ 2 divides p. 2 divides p. 2 divides p. കറക്റ്റ് അല്ലേ? നേരത്തെ നമ്മൾ പഠിച്ചു if p divides a square ആണെങ്കിൽ p divides a എന്ന് പഠിച്ചു. 2 divides p square because p square equal to 2 into q square ആണ് അല്ലേ മക്കളെ? യെസ്. അപ്പോൾ 2 divides p. 2 divides p എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു മീനിങ് എന്താണ്? p is a multiple of 2. ഓക്കെ, അപ്പൊ ഞാൻ അവനെ മാത്തമാറ്റിക്കലി എഴുതുവാണ്. p is equal to 2k. Multiple of 2. It can be written as product of 2 into something. So k is any number. K is any integer or number. Okay, p equal to 2k. അപ്പോൾ രസത്തിന് എനിക്കിവിടെ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യണമെന്ന് തോന്നി. രസത്തിന് സ്ക്വയർ ചെയ്യുന്നതല്ല, എനിക്കിവിടെ ഒരു ഇക്വേഷൻ 1 ഉണ്ട്, അതിൽ കൊണ്ടുപോയി പി സ്ക്വയറിന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്. അത് രണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ഇവിടെ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. പി സ്ക്വയർ ഈക്വൽ ടു 2kയുടെ സ്ക്വയർ, ദാറ്റ് ഈസ് 4k സ്ക്വയർ. ഇവിടെ പി സ്ക്വയർ ഈക്വൽ ടു 4k സ്ക്വയർ എന്ന് കിട്ടി. ഈ സെയിം സാധനം കൊണ്ടുപോയി ഫസ്റ്റിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1. എന്ത് സംഭവിക്കും? പി സ്ക്വയറിന്റെ പ്ലേസിൽ 4k സ്ക്വയർ വന്നു. 2q സ്ക്വയർ. 2ഉം 4ഉം കട്ട് ചെയ്ത് പോയി 2k സ്ക്വയർ ഈക്വൽ ടു q സ്ക്വയർ എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ q സ്ക്വയറിന് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി 2k സ്ക്വയർ. എഗെയിൻ ആ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. q സ്ക്വയർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. ദാറ്റ് മീൻസ് 2 divides q സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബൈ ദ തിയറം വി ക്യാൻ സേ 2 divides q. ഇവിടെ 2 രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നു കിട്ടി. ഇവിടെ 2 divides p. ഇവിടെ 2 divides q. We reached, isn't it? അപ്പൊ 2 divides both p and q. നമ്മൾ p and q എന്തായിട്ടായിരുന്നു അസ്യൂം ചെയ്ത് വെച്ചേ? മിസ് പറഞ്ഞിരുന്നു heart of the problem. We assumed that p and q are co-primes. What do you mean by co-primes? The numbers which are not having the factor other than 1. 1 അല്ലാതെ ഒരൊറ്റ ഫാക്ടർ ഉണ്ടാകാൻ പാടില്ല അല്ലേ? സോ ഇപ്പൊ ഇവിടെ എന്ത് വന്നു? 2 divides p, 2 divides q എന്ന് വന്നു. അതിന്റെ മീനിങ് എന്താ? 1 അല്ലാതെ ഒരു പുതിയ ഫാക്ടർ കൂടി p-നും q-നും കൂടി വന്നു. ദാറ്റ് ഇസ് 2. So 2 is a factor of p and q. So we cannot, it is contradicting the fact that p and q are co-primes. Okay, നമ്മൾ തുടങ്ങി, ഇവിടെ സിറ്റുവേഷൻ പ്രോബ്ലത്തിലേക്ക് എത്തി. ഇനി പോയ വഴി ശരിയല്ല, തിരിച്ചു വരിക. പോയ വഴി ശരിയല്ല എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ അസംഷൻ,
√2 ഇറാഷണൽ അല്ല എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അതാണ് അപ്പോൾ ശരിക്കുള്ള പ്രോബ്ലം. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തിരുത്തുവാണ്. √2 ഇറാഷണൽ അല്ല എന്ന് പറഞ്ഞു പോയാൽ നമ്മൾ ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷനിലെത്തും. വിച്ച് കോൺട്രഡിക്ട്സ് ആക്ച്വലി ഇത് കോൺട്രഡിക്ട് ചെയ്യുന്ന എന്താണ്? P and Q are co-primes. So our assumption is wrong. You have to conclude in such a way. Our assumption is wrong. That is √2 is not rational. It is irrational. Okay? നമ്മുടെ assumption തെറ്റിയിരുന്നു. അതുകൊണ്ട് irrational ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. In the same way we are going to prove √3 is irrational, √5 is irrational. Method same തന്നെയാണ്. സെറ്റ് ആണോ? മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ സെറ്റ് ആണോ? പ്രൂവ് ചെയ്യേണ്ട ഒരു ഐഡിയ മനസ്സിലായോ? രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അല്ലാന്ന് വിചാരിക്കുക. That is the first step. Then that heart of the problem is you have to assume P and Q are 2 co-primes. Isn't it? Yes. അക്ഷയ മാം ഇനി ഉള്ള മാത്സ് ഡൗട്ട് ക്ലിയറൻസ് ഇന്ന് മാം തന്നെയാണോ? That I don't know മോളെ. Ma'am, can you teach every chapter of maths? ശ്രമിക്കാം. Miss, your name. എൻ്റെ പേര് മനസ്സിലായില്ലേ? കഷ്ടം. പേര് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ തന്നെ പേര് വന്നിട്ടുണ്ടല്ലോ. കണ്ടില്ലേ നിങ്ങൾ? എൻ്റെ പേര് രജന ആർ. രജന, my initial is R. കേട്ടോ? രജന ആർ. Okay. Thank you for the positive comments. As a teacher, it feels very better. Okay. ഒരു വളരെ സന്തോഷമാണ് ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ കേൾക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾ ആ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ നന്നായിട്ട് പഠിക്കുക. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു ഫോർ കൺസിഡറിങ് മീ കേട്ടോ. നിങ്ങൾ എൻ്റെ ക്ലാസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തു. വളരെ സന്തോഷം. മാത്സ് ഒരു പക്ക ലോജിക്കൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒരു പക്ക ലോജിക്കൽ പഠിച്ചാൽ അത് ആർക്കും പഠിക്കാൻ പറ്റും. മാത്സ് ഒരിക്കലും ഡിഫിക്കൽട്ട് ആയിട്ട് കരുതരുത്. ബിക്കോസ് മാത്സ് ഇസ് ദ ക്യൂൺ ഓഫ് സയൻസ്. ഇഫ് യു ആർ ട്രൈങ് ടു സ്റ്റഡി സയൻസ്, ഡെഫിനറ്റ്ലി വിത്തൗട്ട് മാത്തമാറ്റിക്സ് യു cannot proceed. Okay. So thank you. That's all for today's session. Okay. Thank you so much. Bye.